അപ്പൊ പുറത്ത് കുത്തൂലെന്ന് ചോദിക്കണ്ട്. അതാണ് ഇനി ചോദിക്കരുത്. അത് ഇതിന് ഡോറും കാര്യങ്ങളൊന്നും അളവനുസരിക്കുക. വീതിക്കാൻ ചുറ്റുക. അതൊന്നും ചെയ്യാം ചെയ്യാം. അതിന്റെ അളവ് ചെറുതായിട്ട് പൊങ്ങിയാണ്. ജസ്റ്റ് സെറ്റല്ലേ? ടൈറ്റ് ആക്കിയില്ലേ? എന്തായി എത്ര പുഷ് എത്രയാണ് അളവ്? പെട്ട പുഷ് അളവ് എത്ര? 1.1 1.1 പുഷ് കറക്റ്റ് ആണ്ടേ? സെറ്റ് പോയി വൈബ്. ഇവിടെ നിൽക്കൂല. ക്ലോസറ്റ് തന്നെ മതി. ഇത് ലെവൽ നോക്കണേ. കുറച്ച് മേലെ കൊണ്ടിരിക്കുന്നുണ്ട്. പൊളി. അത് അല്ല പിന്നെ തുറക്കാന്ന് ഈ പുഷ്പമൊക്കെ താഴ്ത്തി വെച്ചേക്കുന്നത് ശരിയായിരിക്കും. അതായത് എന്റെ ആൾക്കാർ ചോദിച്ചു എന്നോട് ഇത് മൂത്ര യൂറിനാണ് മെയിനായ ഉദ്ദേശം. കൂസ് ഇരിക്കുക, ഈ ഇരുത്തിരിക്കാം. അപ്പൊ ഫ്രണ്ട് യെസ് ഇങ്ങോട്ട് തിരിഞ്ഞേ. അപ്പൊ എപ്പോഴും മൂത്രവിസർജനത്തിന് പുഷ്പമൊക്കെ ചെന്നായിരിക്കാം. പിന്നെ പറഞ്ഞാല് എണീക്കുമ്പോ ഒരു ആൾക്കാരൊക്കെ ബാക്ക് സൈഡ് എണീറ്റ് നേരെ അതേമാതിരി പോകും. പാന്റ് കയറ്റിയാണ്ട് ഒരു പോകും. ഫ്രഷ് അടിക്കൂല. അതില്ലാക്കാൻ മുന്നിൽ തന്നെ ആവുമ്പോ എങ്ങാനും ഫ്രഷ് അടിക്കും. ക്ലീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്പർ കൊടുക്കുക. ഫ്രഷ് അടിച്ചാല് പണം കിട്ടും. പ്രശ്നമില്ലേ? ഇനി ക്ലീൻ ആക്കുന്ന മുന്നേ ആയാലും ബാത്റൂം യൂസ് ആയിട്ടാണെങ്കിലും ഫ്രഷ് അടിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ മുകളിൽ അടിച്ച തീരെ അടിക്കാതെ നേരത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുഷ്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല്, അതായത് അത് ഈ മൂത്രയിക്കുന്ന പർപ്പസ് പോലെ എന്തിക്കണ്ടേ പോലെ കക്കൂസ് പോവാൻ മറ്റേ 2 പോകാനുള്ള ഉദ്ദേശം പോലും ഉദ്ദേശിക്കണ്ടാക്കുക. അപ്പൊ പുറത്ത് കുത്തൂലെന്ന് ചോദിക്കണ്ടേ? നമ്മള് മൂത്രയിക്കാൻ മാത്രമല്ല പറഞ്ഞേ. അതാണ് ഇനി ചോദിക്കരുത്. അത് ഇതിന് ഡോറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് പാർട്ടിഷൻ വരും. പള്ളിന്റെ മൂത്രപ്പുരയാണ്. അപ്പൊ പുഷ്പക്ക് താഴത്ത് വെച്ച് ഞാൻ അഭിപ്രായമൊക്കെ പറയാം. പിന്നെ വെക്കണെന്ന് എന്താ ചെയ്യാ, ഗുണവും പറയാം ദോഷവും പറയാം. തീർച്ചയായിട്ടും. ഈ അറിവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് CCTV ആൻഡ് ഓട്ടോമേഷൻ.